ആ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നിങ്ങളിലൂടെ എടുക്കുന്നത്. അതായത് നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ ഈ യുവജനത നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി ചെല്ലാൻ പോകുന്ന വലിയ വലിയ കുഴികളിലാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പ്രതിഭകൾക്ക് ആദരമൊരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 300-ലധികം വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും സ്കൈ ഗോൾഡിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശുദ്ധമായ സ്വർണ്ണാഭരണങ്ങളാൽ പെരിന്തൽമണ്ണയുടെ ഹൃദയം കീഴടക്കിയ സ്കൈ ഗോൾഡ് സമൂഹത്തിന്റെ സർവ്വതലങ്ങളിലും സ്വാധീനം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ 300-ലധികം വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും മെമന്റോയും ഗിഫ്റ്റ് വൗച്ചറും നൽകി ആദരിച്ചത്. പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമായാണ് ഇന്ത്യ വളരുന്നതെന്നും നല്ല രാജ്യത്തെ വാർത്തെടുക്കാൻ വിദ്യാർത്ഥികൾ ലഹരിയുടെ കുഴികളിൽ വീഴരുതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സർവീസിനിടയിലുണ്ടായ അനുഭവങ്ങളും പങ്കുവച്ചു. ലോകത്ത് പല രാജ്യങ്ങൾക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾ ഭയങ്കര യങ് ജനറേഷനാണ്. കാരണം 43% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ബിലോ 20 ആണ്. നമ്മുടെ 43% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി വരും? നമ്മൾ ഏകദേശം 140 കോടി ആൾക്കാരുണ്ട്. 100 കോടിക്കും മേളിലാണ്. 43% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-60 കോടി ആളുകൾ 20 വയസ്സിന് താഴെയുള്ളവരാണ്. അതായത് ഒരു 10 കൊല്ലം 15 കൊല്ലത്തിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആളുകൾ നമ്മുടെ ഇന്ത്യയിലെ യുവജനങ്ങളാണ്. വേറെയുള്ള രാജ്യങ്ങൾക്കൊന്നുള്ള കാര്യമല്ല. ചില രാജ്യങ്ങളുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 3 ഇരട്ടിയാണ് നമ്മുടെ ഈ യുവജനങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും വലിയ സാധനമാണ് ഹ്യൂമൻ റിസോഴ്സസ്. ആ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നിങ്ങളിലൂടെ എടുക്കുന്നത്. അതായത് നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ ഈ യുവജനത നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും എല്ലാം ഏറ്റവും ഗ്രേറ്റ് ആയിട്ടെത്തും. അനാമിക നന്ദ ബോയ്സ് സ്കൂൾ. താഴേക്കോട് നസീഫ് തഹാനി PP. ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർ റഫീഖ് പാറയിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ചതിക്കുഴികളിൽ വീഴാതെ നല്ല പൗരന്മാരായി വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-17 വയസ്സായ കുട്ടികളാണ്. അവര് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി ചെല്ലാൻ പോകുന്ന വലിയ വലിയ കുഴികളിലാണ്. പ്രത്യേകിച്ച് ഞങ്ങള് സാറ് തന്നെ ഇതിന്റെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചതിന്റെ കാരണം തന്നെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ ദിവസം കാണുന്നതാണ്. കഞ്ചാവ് പിടിച്ചു, അതേമാതിരി MDMA പിടിച്ചു. പിടിക്കുന്നത് ഏകദേശം നമ്മുടെ ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്നാണ്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുടെ ഭയങ്കര സങ്കടമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ല ഒക്കെ കുറച്ച് അതിലൊക്കെ മുൻഗണനയിൽ നിൽക്കുന്ന കുട്ടികളാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാം എനിക്ക്? ഞാൻ ആരെയും കുറ്റം പറയല്ല. നമ്മളെ വീട്ടിലെ സ്ഥിതിഗതികളാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികളെ. അരവിന്ദ് ആനന്ദമാലി അനുമോദന പ്രഭാഷണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് രഞ്ജിത്ത്, മുഹമ്മദ് സ്വാലിഹ്, PT എബ്രഹാം, മുഹമ്മദ് റിസ്വാൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി, മാർക്കറ്റിംഗ് മാനേജർ സുഭാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.